എന്ത് പറിച്ച ബാംബൂസ്? അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക ഊട്ടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറെക്കുറെ ഇവിടുന്ന് ഒരു 11 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ഞാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കോന്നി ടു ഊട്ടിയാണ് നമ്മൾ പോകുന്നത്. പാല, പൊൻകുന്നം, എറണാകുളം ടച്ച് ചെയ്തിട്ട് മൂവാറ്റുപുഴ, തൃശ്ശൂർ ആ വഴി അങ്ങനെ കയറി കോയമ്പത്തൂർ വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് മുതുമലയിലൊന്ന് കയറണമെന്നുണ്ട്, മുതുമല നാഷണൽ പാർക്കിൽ. ടൈം കിട്ടിയാൽ എന്തായാലും ഒറ്റ സച്ചി പോകത്തില്ല, കാര്യം 12 മണിക്കൂർ ഓടിച്ച് ഞാൻ പോകത്തില്ല. കൊച്ചുങ്ങളെ പുറകിലേ ഇരുത്തത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് ഫ്രണ്ടിൽ ഇരുത്തുന്നത്. ഇത് വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേന് ഞാൻ പതുക്കെ ബാക്കിലാക്കും. കാര്യം ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളെ വെച്ച് ഡ്രൈവ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമം പാലിച്ചേ പോകത്തുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മൾ പോവല്ലേ? കലുമോ വാച്ച് മറന്നു അല്ലേ? ആ ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ ഇടയ്ക്കൊരു ചായ കൂടിയൊക്കെ കഴിഞ്ഞു നിർത്തി. ഇപ്പം മൂവാറ്റുപുഴയായി. ഇനി മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ, ഊട്ടി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏറെക്കുറെ 1 മണിയായി രാത്രിയിൽ. അപ്പോൾ തൃശ്ശൂർ ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് റെഡ് ബുള്ളൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഈ റൂട്ടിൽ വരുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ബൈ റോഡുകൾ കയറി വരുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ റൂട്ടിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ നിന്ന് ഈ പെരുമ്പാവൂരേക്ക് തടി കയറ്റി പോകുന്ന ഒരുപാട് ലോറികളുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു മെയിൻ റോഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ പുറകെ പോകണം. മാത്രമല്ല ഈ തടി ലോറിയുടെയൊക്കെ പുറകെ പോകുന്നതും അത്ര ഒരു സേഫായിട്ടുള്ളൊരു കാര്യവും അല്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറേ ഗൂഗിൾ മാപ്പ് കുറേ ബൈ റൂട്ടൊക്കെ കാണിച്ച് തന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ സീസൺ എൻ്റെ അമ്മേ നല്ല കട്ടർ, എനിക്കൊരു സൈഡ് തരാതെ എൻ്റെ സൈഡിൽ കൂടെ തന്നെ വണ്ടി കയറി വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇത് 1 വേ ആണോ? 1 വേ അല്ല, അവരുടെ ഒരു ഓളത്തിന് കയറി വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരുടെ വണ്ടിയുടെ ഒരു തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ഒരു സമയത്ത് നല്ല തിരക്കാണ്. അപ്പം വരുന്നവർ ഇങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ പുറകിൽ വരാൻ നോക്കുക. ഗുഡ് മോർണിംഗ് ഗായ്സ്. ശരിക്കും തൃശ്ശൂർ വരെ പോയിട്ടൊക്കെ വണ്ടി ഒന്ന് ഒതുക്കി നിൽക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അങ്കമാലിലൊക്കെ ആയപ്പോഴത്തേക്കിന് നടന്നില്ല, എൻ്റെ ഗ്യാസ് പോയി. ഒരു ഏറെക്കുറെ 2-2.5 ആയപ്പോഴത്തേക്കിന് ഞാൻ വണ്ടി ഒതുക്കി. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി. ഇനി ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങണം. എങ്ങും എത്തിയില്ല, പകുതി എത്തിയിട്ടുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു 250 കിലോമീറ്ററിന് മേലെ എനിക്ക് ഓടാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ലൈക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ജോലി, സ്ട്രെസ്സ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതം ആയിട്ടാണ് നമ്മളെല്ലാവരും ഒരു ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ അത്ര വലിയ ഭിക്ഷുകൾ മാത്രമായിരിക്കും അവർക്ക് ഈ നമ്മുടെ കൂട്ടത്തുള്ള ഒരു 9 to 5 ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതികളൊന്നും അല്ലാതെ ജീവിക്കുന്നവർ. അവർ ഈ ബിസിനസ്സുകാരോ അല്ലെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നത്. ബാക്കി ഒരു 90% ആൾക്കാരും 9 to 5 ജോലി, കുട്ടികൾ, കുടുംബം, ആഴ്ചയിൽ ഒരു ദിവസത്തെ സിനിമ പോക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആവറേജ് ലൈഫ് ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഒരു സ്ട്രെസ്സ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു എല്ലാ ലൈഫിൽ നിന്നും ഇടയ്ക്കൊന്ന് എസ്കേപ്പ് ആവണം. ഈ എസ്കേപ്പായിട്ട് നമ്മളെന്താ പറയുക ചെയ്യുന്നതെന്നറിയോ, ഇതുപോലെ റോഡ് ട്രിപ്പ് ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. റോഡ് ട്രിപ്പുകൾ പോകണം. അതായത് നമ്മളിങ്ങനെ വണ്ടിയിൽ ഒരു അത്യാവശ്യം ചെറിയ ലോങ് ഡ്രൈവിലൊക്കെ ലോങ് ട്രിപ്പുകളൊക്കെ അങ്ങോട്ട് നമ്മളൊക്കെ എന്താ പറയുക ഡ്രൈവ് ചെയ്ത് പോയി കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ അത്
ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പോവുക, അപ്പോൾ നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് നിർത്തി ഇതുപോലെ നമുക്ക് ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പം മാത്രമല്ല നമ്മുടെ ഈ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് നമ്മുടെ മൈൻഡിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനെ നമ്മൾ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. നമുക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേങ്കിൽ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പുറത്ത് ഇതുപോലുള്ളൊരു ഡ്രൈവൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്ത് പുതിയ മനുഷ്യരെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ നമ്മൾ പോകുന്നത് വഴി നമ്മുടെ മൈൻഡിനെ നമുക്ക് കൂളാക്കാൻ പറ്റും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള യാത്രകളിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ഒരു ലൈഫല്ലേ ഉള്ളൂ, ആ ഒരു ലൈഫിൽ നമുക്ക് അത്യാവശ്യം മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം കണ്ടൊക്കെ ഇരിക്കാമെന്നേ, കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടൊക്കെ ഇരിക്കാം. ഒന്ന് ചിരിച്ചാലേ ചായ മേടിച്ചായിരുന്നുള്ളൂ. ചിരി പല്ല് കാണിച്ചിരി. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കം കേറി ഇറങ്ങുകയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. പാറ നടുക്ക് പാറ പൊട്ടിച്ച് പാറയ്ക്കകത്തൂടാണ് തുരങ്കം. എത്ര ആൾക്കാരുടെ പ്രയത്നം ആണോ? അടിപൊളി. അതെ അതെ ഗൈസ്, എത്ര നാളത്തെ പണിയാന്നറിയ ഈ ഒരു സാധനം ആക്കിയെടുത്തത്. പിന്നെ ഒരു സൈഡിൽ കൂടെ പൊടിക്കുമ്പോ ഒരു സൈഡിൽ കൂടെ ഇടിയും. ഭയങ്കര സ്ഥിതിയാണ്. അങ്ങനെ കുതിരാൻ തുറങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. കുതിരാൻ തുറങ്ങും ഇന്ത്യന്റെ രാജ്യം, ഇന്ത്യന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യന്റെ ജീവനക്കാൾ ജീവനായ രാജ്യം, അമ്മയായ നാട്, തന്നെയായ നാട്, മക്കൾ ഞങ്ങൾ സേവന തന്നെയാകും സ്വയം. സോ അപ്പൊ അങ്ങനെ ഞങ്ങള് തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞപ്പോ വാളയാറായി, അതായത് കേരള തമിഴ്നാട് ബോർഡറായി. അതിന് മുമ്പ് കേരളത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വേറെ ഒന്നും പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ 7 മണി ആയപ്പോ തൊട്ട് പലർക്കും പിന്നെ വിശപ്പിന്റെ സൈറം വിളി തുടങ്ങി, കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണോ ഒതുങ്ങിയത്. പിന്നെ എനിക്ക് അതെ തമിഴ്നാട് ബോർഡർ, കാണിച്ചേ യെസ് തമിഴ്നാട്. വെൽക്കം ടു തമിഴ്നാട്. അപ്പൊ അങ്ങനെ നമ്മള് കേരളത്തിന്റെ ബോർഡർ കടന്ന് തമിഴ്നാട് എത്തി. ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാല് തൃശ്ശൂർ ഞാൻ പറയത്തുള്ളൂ. തൃശ്ശൂർ തൊട്ട് അല്ലെങ്കിൽ ഒരു അങ്കമാലി കഴിഞ്ഞ് ഒരു ചാലക്കുടി കഴിഞ്ഞപ്പോ തൊട്ട് റോഡ് ഞാൻ ഇത്ര കേരളത്തിലൂടെ ഇത്രയും നല്ല റോഡിൽ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. സത്യം പറയാം, നല്ല റോഡാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഹൈവേയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പാച്ചുവർക്കുകളുണ്ട്, എന്നാൽ അത് കുഴപ്പമില്ല. റോഡ് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ ട്രാവൽ ചെയ്യുന്ന ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിയിൽ നിന്ന് ഞാന് മൂവാറ്റുപുഴ അങ്കമാലി വരെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിന് മേലെ എടുത്തു. എന്നാൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വരെ വരാനൊക്കെ കൊണ്ട് 2 മണിക്കൂറാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. നമ്മൾ പെതുക്കെ വന്നതുകൊണ്ടും 2 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ അത് ആ റോഡിന്റെ ഒരു വ്യത്യാസം കൊണ്ടാണ്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കേരള സർക്കാരിന് ഗവൺമെന്റിനോടുള്ള എന്താ പറയുക ഒരു വളരെ വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മൾ നല്ലത് കണ്ടാ നല്ലത് പറയണം, നമ്മൾ മോശം മാത്രം പറഞ്ഞാൽ പോരല്ലോ. പുതിയതായിട്ട് തുടങ്ങിയായിരിക്കും ഇ പാസ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതായത് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഓൺലൈനിൽ TN ഇ പാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ തന്നെ അവരുടെ സൈറ്റ് വരും. ഈ സൈറ്റിൽ പോയിട്ട് നമ്മുടെ വണ്ടി നമ്പരും നമ്മുടെ ഡീറ്റെയിൽസും എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യമെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഓൺലൈൻ ഇ പാസ് വരും. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ മറന്നു പോയാൽ നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർ എടുത്തു തരും. നിങ്ങളൊരു 30 രൂപ അവർക്ക് സർവീസ് ചാർജ് കൊടുത്താൽ അവർ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ ഇ പാസ് എടുത്തു തരും. പിന്നെ അതേപോലെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. ഇൻ കേസ് നിങ്ങളുടെ വണ്ടിയിലൊക്കെ ഉണ്ടെന്ന് വണ്ടിക്കകത്ത് തന്നെ കീപ്പ് ചെയ്തേക്കുക. പുറത്തുനിന്ന് ഇടുകയൊന്നും ചെയ്യരുത്. കാര്യം ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ഏരിയ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ചെക്ക് പോസ്റ്റ് കടന്ന് നീലഗിരി ഹിൽസിലോട്ട് കയറുവാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഏറെക്കുറെ ഊട്ടി അടുക്കാറായി. ഞങ്ങളുടെ നമ്മളുടെ റിസോർട്ട് എന്ന് പറയുന്നത് ഫ്ലാൻഡേഴ്സ് പഞ്ച് എന്നാണ്. അത് ഇവിടുന്ന് കുറച്ചൊരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഊട്ടിക്ക് പോവുകയാണ്. ഊട്ടി ടൗണിൽ വരെ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ എന്തെങ്കിലും ഒരു സ്ഥലം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നേരെ റിസോർട്ടിൽ പോയിട്ട് ഇന്ന് ഏറെക്കുറെ റിസോർട്ടിൽ തന്നെയാണ്. വേണ്ട, നിങ്ങളിത് കാണുന്നില്ലേ, നമ്മൾ ഊട്ടി എത്തി. നമുക്കിനി എന്തൊക്കെ പരിപാടികളുണ്ട്. നമുക്കിനി ആദ്യം എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ? കല്ലുമോൻ എന്തോ വേണ്ട കഴിക്കാന്? ബിരിയാണിയോ? ചച്ചപ്പൻ എന്തോടാ വേണ്ടേ? ദോശ. ഉച്ചക്ക് ദോശ കിട്ടുമോടാ മോനെ? ഇല്ല. വേറെന്താണ്? ബിരിയാണി മതിയോ? ചോറ് വേണോ? ഉഷാറായിക്കേ. അയ്യേ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? കല്ലൂര് ക്ഷീണമുണ്ടോ? ഇല്ലല്ലോ. ഊട്ടിയിലിരുന്നവരെല്ലാവരും ആദ്യം വരുന്ന ഒരേ സ്ഥലം അത് തന്നെ, ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയപ്പോൾ നമ്മൾ ഇച്ചിരി വൈകി എത്തി. ഇവിടെ 3 മണിയായി. ഇവിടെ ഒരു 4 മണി വരെയാണ്, 6:45 വരെ ഉണ്ട്. അപ്പോൾ ഇത് കുറേ നടന്ന് കാണാനുണ്ട്. പിള്ളേർക്ക് നമുക്ക് എന്താ പറയുക, അത്യാവശ്യം പിള്ളേർക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. തിരിച്ച് നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് പോവുക. ഇതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ്. അതാ സുഹൃത്തുക്കളെ, ഈ പോകുന്നത് ആരാണ്? ഇതാണ് ഞങ്ങളുടെ കല്ലുമോ. എവിടെ പോവാ നീ? ഇല്ല, ഇതാണ് ഞങ്ങളുടെ ധ്രുവൻ. എന്തോ ഇരിക്കുന്നത് അവിടെ? കാളപ്പുറത്താണോ? ഇത് തണ്ണിമത്തനല്ലേ? കാളപ്പുറം അല്ല ഇത് വാട്ടർമെലണോ? വാട്ടർമെലണോ? എന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നോ തണ്ണിമത്തങ്ങ? അച്ഛൻ തന്നേ. അങ്ങനുണ്ട്. സൂപ്പറാണല്ലോ. എന്താ പ്രശ്നം? നിന്റെ അമ്മയാ പോപ്പോൺ എടുത്തേ? അച്ഛന് ചെയ്തൊരു പോക്കാണ്. റിസോർട്ടിൽ പോയാലോ? ഏത് സ്ഥലമാ മോനെ? മണ്ടയിൽ ഇപ്പൊ അടച്ചവര്. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലോട്ട് പോവുകയാണ്. പ്ലാന്റേഴ്സ് പഞ്ച് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാണ്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അടിപൊളി റിസോർട്ടാണ്. ഞാൻ പോയി കാണിക്കാം നിങ്ങളെ ആ വ്യൂസൊക്കെ. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് റിസപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്താ പറയുക, ചെക്ക് ഇൻ ചെയ്യണം. ആക്ച്വലി ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 o'clock ആണ്. ഞാൻ ഊട്ടിക്ക് കറങ്ങി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട്. എൻ്റെ ഈ പുറകെ കാണുന്നതാണ് വ്യൂ. ഒരക്ഷലെന്ന് വെച്ചാൽ എൻ്റെ മോനെ, ഞാൻ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആണെന്ന്. പക്ഷേ ഇവിടെ വന്ന് ഞാനിപ്പോൾ നൈറ്റാണ് ഇത് കണ്ടത്. ഏറെക്കുറെ ഇവിടെ ഡാർക്കായി തുടങ്ങി. അപ്പോൾ എന്നിട്ട് എനിക്ക് കിട്ടുന്നൊരു ഫീല്, അപ്പോൾ രാവിലെ ആ സൺറൈസ് സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് ഒരക്ഷലത് യൂസ് ആയിരിക്കാം. ഒരു ടീ എസ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ നടുക്കാണ് ഇവരിങ്ങനെ ഓരോരോ വില്ലകളായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ്. പിന്നെ വേറെ വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 1 BHK ഉണ്ട്, 2 BHK വില്ല ഉണ്ട്. ഒരു വില്ല സെറ്റപ്പാണ്, ഒരു സ്റ്റുഡിയോ വില്ലയാണിത്. അങ്ങനെ ഓരോരോ വില്ലകളായിട്ട് ഒരു 10-12 വില്ലകളുണ്ട്. ഇപ്പോൾ എൻ്റെ തൊട്ട് താഴെ കാണുന്നില്ല, ഇതൊരു പുതിയ വില്ല ഇവർ പണിയുന്നതാണ്. അങ്ങനെ സെറ്റപ്പാണ്. കാര്യം ഫുള്ള് നമുക്ക് ഈ പകൽ ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം, നമുക്ക് ട്രക്കിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ആർക്കെങ്കിലുമൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ എത്തണം. മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ.
ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ വ്യൂസ് അടിപൊളിയാണ്, ഒരിക്കലും എൻ്റെ റെക്കമെൻഡേഷൻ തെറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ, തെറ്റിയിട്ടില്ല. അല്ല ഇതുണ്ടോ ഇത് അടിപൊളി വ്യൂസ്. മോനെ രാവിലെ എണ്ണിച്ചപ്പോൾ ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഞാനത് നമ്മളിങ്ങനെ കർട്ടൻ തുറക്കുമ്പം നമ്മൾ കാണുന്നത് ഇങ്ങനെ സൂര്യൻ ഉദിച്ചിങ്ങനെ നമ്മളെ നോക്കി വരുന്നൊരു ഫീലാണ്. നമ്മളെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്ന് ഒരു ട്രിപ്പൊക്കെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ഇതുപോലൊക്കെ ഒരു ട്രിപ്പൊക്കെ വന്നാൽ ഇവിടെ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടോ, നിങ്ങൾ ഇവിടെ വരാൻ, ഇവിടെ വന്നല്ല നിങ്ങൾ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ നമ്മളെന്താ പറയുക അത്യാവശ്യം നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യുക, അത്ര. അതിൽ പൈസ ഒന്നും നോക്കരുത്, പൈസ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. എവിടെ പോവാ? ഊട്ടി പോവാണോ? ഊട്ടി പോയിട്ട് എന്തുവാ കാണുന്നേ? ഇഷ്ടപ്പെട്ടോ ഇത് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? ആണോ? ആൾക്കാരോട് പറ നാളെ വരണേന്ന് പറ. ഇത് നിർത്തി കാണിച്ച് അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഊട്ടി ബോട്ടിലേക്ക് വന്നിട്ട് നമുക്കൊന്ന് ബോട്ടിങ്ങിലോട്ടൊന്ന് പോയി നോക്കാം. ഞങ്ങളുടെ കൊച്ചിന് ഒരു ആകെപ്പാട് ഒരു മൂഡ് ഓഫ് ആണ്. ചിലപ്പോൾ ബോട്ടിൽ കയറുമ്പോൾ മൂഡ് ഓഫ് ഒക്കെ മാറുമായിരിക്കും അല്ലേ വല്ലു? ടിക്കറ്റ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റാണ് കേട്ടോ. എൻ്റെ ഈ പുറകെ കാണുന്നതാണ് ഊട്ടിയിലെ ടോയ് ട്രെയിൻ എന്ന് പറയും. ടോയ് ട്രെയിൻ അല്ല, ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രെയിനാണ്, അതായത് പാസഞ്ചർ ട്രെയിനാണ്. പക്ഷെ അതിൽ നമുക്ക് പോകണമെങ്കിൽ അതിന് ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിൽ പോയാൽ പറ്റൂ. ഇതിപ്പം അതിനൊന്നും പോകാൻ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുന്നൊരു ഇതാണ്. ഇതൊരു ചെറിയൊരു ട്രെയിനാണ്. ഇവർ ജസ്റ്റ് ഒരു എന്താ പറയുക പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടെ പോയി കറങ്ങി അടിച്ച് തിരിച്ച് വരുന്ന ഒരു ഫോറസ്റ്റിൽ കൂടെ ഒന്ന് പോയി കറങ്ങി അടിച്ച് തിരിച്ച് വരുന്ന ഒരു ഫീൽ, അത് പിള്ളേർക്കും വലിയവർക്കും ഓഫ് കോഴ്സ് നമുക്കൊക്കെ ഫീലാണ് കേട്ടോ. ഇതെല്ലാം വളരെ എന്താ പറയുക, ഇതിനകത്ത് ഏറ്റവും വലിയ വെച്ചാൽ ഇതെല്ലാം വളരെ നിസ്സാര പൈസകളേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് തന്നെ 60 രൂപയാണ് അഡൾട്ടിനും, പിന്നെ 40 രൂപയാണ് കിഡ്സിനും. അത്രയും പൈസയേ ഉള്ളൂ. ഒരു വളരെ നിസ്സാര പൈസയ്ക്ക് നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗുണം. എവിടെ പോയാലും പൈൻ ഫോറസ്റ്റ്. നമ്മൾ ഏത് വേറൊരു ചലത്തിന്റെ പേരെന്തുവാണ്? എന്ത് ഫോറസ്റ്റ്? ബാംബൂസ്. Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change. കല്ലു ഇങ്ങോട്ട് നോക്കിയേ, ബാഹുബലി കാണാൻ വന്നു. കല്ലു എന്തോ കാണുന്നേ? സിനിമ പേടിക്കണ്ടോ? സിനിമ ഇല്ല, സിനിമ
സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫാമിലി ഊട്ടി ട്രിപ്പ് അങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പ്ലാന്റേഴ്സ് പഞ്ച്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിയിലേക്ക് വരുന്നവർക്ക് നിങ്ങൾക്കിത് ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് എൻക്വയറീസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ഇതുപോലുള്ള വീഡിയോകൾ ഫാമിലി വീഡിയോസ് പ്ലസ് സോളോ വീഡിയോസ്. കാര്യം ഫാമിലി വീഡിയോസ് ഇനിയിപ്പം കുറച്ച് നാളത്തേക്കിന് എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ തിരിച്ച് ദുബായിക്ക് വരുവാണ്. അപ്പം കുറച്ച് നാളത്തേക്കിന് ഫാമിലി വീഡിയോസ് ഉണ്ടാകത്തില്ല, സോളോ ട്രാവൽ വീഡിയോസ് ഉണ്ടാവും. അത് അങ്ങ് ദുബായിലും അതുപോലുള്ള കുറേ സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.